ഈ ഒരു സബ്ജക്റ്റുകളോട് ഞാൻ കാണുവാനിടയായി തീർന്നത്. ഗിബിയോന്യരെ ഇസ്രായേൽ മക്കളുമായിട്ട് ഉടമ്പടി ചെയ്തുവെന്നുള്ളത് വാസ്തവത്തിൽ യോശുവയുടെ ഒരു വലിയ പരാജയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്നോട് കൂടെ വേണം. കാരണം ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാതെയാണ് ഗിബിയോന്യർ കൊണ്ടുവന്നതായിരിക്കുന്ന ആഹാരങ്ങളെല്ലാം ഈ ഇസ്രായേൽ മക്കൾ കഴിച്ചത്. ആഹാരം അവരോട് സഖ്യത കഴിഞ്ഞതിന് ശേഷമാണ് യോശുവ മനസ്സിലാക്കിയത് ഈ ഗിബിയോന്യരെന്ന് പറയുന്നത് ദൂരെ നിന്ന് വന്നവരല്ല, അവരുടെ അടുത്തുള്ളവരാണെന്ന്. വെരി ക്ലോസ്. വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിക്ക്, ഈ ഗിബിയോന്യര് ഇസ്രായേൽ മക്കളെ കബളിപ്പിക്കുകയായിരുന്നു. യോശുവയുടെ ജീവിതത്തിന് ഒരു പരാജയം തന്നെയായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ കണ്ടതായിരിക്കുന്നൊരു വലിയ സത്യമുണ്ട്. യോശുവയുടെ ജീവിതത്തിൽ കടന്നു വന്ന പരാജയം യോശുവയുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയത്തിന് കാരണമായി. മറ്റ് പല സന്ദർഭങ്ങളിൽ ഓരോ രാജാക്കന്മാരെ നേരിടുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ ഈ ഗിബിയോന്യരുമായിട്ട് കൈകൊടുക്കുവാൻ ഇടയായിത്തീർന്നതാണ് 5 രാജ്യങ്ങളെ ഒറ്റയടിക്ക് യുദ്ധം ചെയ്ത് വിജയിപ്പിക്കാൻ കാരണമായത്. ദൈവത്തിൻ്റെ ചില പദ്ധതിയൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല.